الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. اللهم انفعنا بما علمتنا وعلمنا ما ينفعنا وزدنا علما وهدى ورحمة وسدادا يا رب العالمين. الحمد لله. الله تعالى الحمد لله. നമുക്ക് السلام عليكم ورحمة الله. السلام عليكم ورحمة الله وبركاته. അള്ളാഹിനെ കുറിച്ച് പറയുന്ന, അള്ളാഹിനെ ഓർക്കുന്ന ഒരു മജ്‌ലിസിൽ നമുക്ക് ഒരുമിച്ച് കൂടാൻ പറ്റി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സൗണ്ട് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നത്രേ? സൗണ്ട് ഒന്നും കേൾക്കില്ലല്ലോ. കേൾക്കുന്നില്ലേ? സൂപ്പറാന്നല്ല സൗണ്ട്. ഇപ്പൊ കേൾക്കുന്നുണ്ട്. السلام عليكم ورحمة الله وبركاته. ക്ലിയർ അല്ലെങ്കിൽ വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്ലിയർ അല്ലെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ പറയണേ. അൽഹംദുലില്ലാഹ്. നമ്മൾ പറഞ്ഞതുപോലെ അള്ളാന്റെ ദിക്റിലുള്ള ഒരു മജ്‌ലിസിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു തആല അവന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന അവന്റെ പ്രിയപ്പെട്ട ആളുകൾക്ക് മാത്രം കൊടുക്കുന്ന ഒരു അവസരമാണ് ഇങ്ങനെയുള്ള ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടാന്നുള്ളത്. അൽഹംദുലില്ലാഹ്. അപ്പൊ അല്ലാഹു തആല അതിൽ നമ്മളെയും സെലക്ട് ചെയ്തു. നമ്മുടെ ഒരു കഴിവോ ശക്തിയോ കൊണ്ടല്ല. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാന്റെ അടുത്ത് നിന്നുള്ള വലിയൊരു നിഅമത്താണ് നമുക്ക് ഇവിടെ ഒരുമിച്ച് കൂടാൻ പറ്റിയത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ അല്ലാഹു തആലക്ക് അതിന് അതിയായി ശുക്റുള്ളവരാവുക. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ലഇൻ ശകർതും ലഅസീദന്നകും. നിങ്ങൾ നന്ദി കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എന്താക്കി തരും? തീർച്ചയായിട്ടും അത് അധികരിപ്പിച്ചു തരും. അപ്പൊ എന്ത് കാര്യവും നമുക്കതിൽ കൂടുതലായി വേണമെങ്കിൽ നമ്മൾ എന്താക്കുക? അള്ളാഹിനോട് കൂടുതലായി അതിന് ശുക്റുള്ളവരാവുക. അല്ലാഹു തആല നമ്മളെ അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട അടിമകളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആദ്യമായിട്ട് ഒരു ഹദീസ് ഓർമ്മപ്പെടുത്താണ്. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ട ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. നമ്മൾ ഒരുപാട് തവണ കേട്ട ഹദീസാണ് അല്ലെ. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ. ഇൽമ അന്വേഷിച്ചുകൊണ്ടുള്ള ഒരു വഴിയിൽ ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ, ഇൽമ അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു പാതയിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ എന്താണ്? യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി ത്വരീഖൻ ഇലൽ ജന്ന. അഥവാ അത് കാരണത്താല് അവൻ അല്ലാഹു തആല അവൻ എന്താക്കി കൊടുക്കും? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കി തരും. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഈ ഒരു മജ്‌ലിസിൽ ഒരുമിച്ച് കൂടുമ്പം നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഹദീസാണ് ഈ ഒരു ഹദീസ്. അഥവാ അല്ലാഹു തആല നമ്മളെ ഈ ഒരു ഇൽമിന്റെ സദസ്സിൽ, ഈ ഒരു ദീനിന്റെ സദസ്സിൽ അറിവ് നേടാൻ നമ്മളെ എത്തിച്ചത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പാക്കാൻ വേണ്ടിയിട്ടാ. അപ്പൊ നമുക്ക് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
അറിവ് അന്വേഷിക്കുന്ന മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കണം. അപ്പൊ അറിവ് വെറും അന്വേഷിച്ചാൽ മാത്രം പോരല്ല അല്ലെ, നമ്മളൊരു ഇൽമ് നേടിയാൽ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് അത് അമലാക്കുക എന്നുള്ളതാണ്. അപ്പൊ അത് ഇൽമ് നേടുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമാണ് എന്താണ്, അത് അമലിൽ കൊണ്ടുവരാന്നുള്ളത്. അപ്പൊ ഈ ഒരു ഹദീസ് നമ്മൾ ഓർക്കുക. അപ്പൊ അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ഒരു മജ്ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്നുള്ള ഉറച്ച ചിന്തയിൽ, ആ ഒരു നീയത്തിൽ നമ്മൾ ഈ ഒരു മജ്ലിസിൽ ഇരിക്കുക. അല്ലാഹു തആല നമുക്ക് ഈ ഒരു സദസ്സിന്റെ എല്ലാ ഖൈറും നമ്മളിലേക്ക് എത്തിച്ചു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പറയുന്നതിനേക്കാളേറെ കേൾക്കുന്നതിനേക്കാളേറെ പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും അത് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ഒരുപാട് കാര്യങ്ങളൊന്നും അറിയില്ല, അത് പഠിച്ചിട്ടും ഇല്ല, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് പറയാനൊന്നുമില്ല. ചെറിയ കുറച്ച് കാര്യങ്ങളും എനിക്കറിയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചെറിയ കാര്യങ്ങളും എത്തിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. ആദ്യമായിട്ട് പറയാനുള്ളത്, നമ്മളിവിടെ ഒരുമിച്ച് കൂടി അൽഹംദുലില്ലാ അല്ലാഹു തആലന്റെ വലിയ നിഅമത്ത് കൊണ്ട്. അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ മക്കളെയും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിക്കുക, ദുആ ചെയ്യുക. നമ്മൾ അവർക്ക് മാതൃകയാക്കേണ്ട മോഡലുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അഥവാ ഇന്നത്തെ കാലത്ത് സഹാബാക്കളെ കുറിച്ച്, അതല്ലെങ്കിൽ പ്രവാചകന്മാരെ കുറിച്ച്, പണ്ഡിതന്മാരെ കുറിച്ച് ആർക്കും അറിയില്ല. കുറച്ചൊക്കെ ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെ നമുക്ക് തന്നെ എന്തൊക്കെ അറിയാം, അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്ക് എന്തൊക്കെ അറിയാം. എങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, എങ്ങനെയായിരുന്നു അവിടുത്തെ ഭാര്യമാരുടെ ജീവിതം, എങ്ങനെയായിരുന്നു അവിടുത്തെ മക്കള് ഉണ്ടായിരുന്നത്, സഹാബാക്കൾ എങ്ങനെയായിരുന്നു, അവരുടെ മക്കൾ എങ്ങനെയായിരുന്നു, അതിനുശേഷമുള്ള താബിഈങ്ങൾ എങ്ങനെയായിരുന്നു, അതിനുശേഷം ഉണ്ടായിരുന്ന ഓരോ പണ്ഡിതന്മാരും എങ്ങനെയാണ് ജീവിച്ചത്, അവരുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ എന്തൊക്കെ ഉൾക്കൊള്ളണം എന്നുള്ളത് നമുക്ക് തന്നെ അറിയില്ല. നമുക്ക് വളരെ കുറഞ്ഞ ആൾക്കാരുടെ പേരുകൾ അറിയാം, കുറച്ച് കാര്യങ്ങൾ എന്ന ആൾക്കാരൊക്കെ ഖലീഫ ആയിട്ടുണ്ട്. അങ്ങനെ വളരെ ചുരുങ്ങിയ കുറച്ച് കാര്യങ്ങൾ അറിയാം എന്നല്ലാതെ നമ്മുടെ ജീവിതത്തിലേക്ക് അവരുടെ ജീവിതത്തിൽ നിന്ന് എങ്ങനെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ അതിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ നമ്മൾ ഇൻഷാ അല്ലാഹ് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടങ്ങണം. അതേപോലെ തന്നെ നമ്മുടെ മക്കളിലേക്കും അത് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. ഇന്ന് മറ്റ് പലതുമാണ് പലരും മോഡലുകളാക്കുന്നത്. ഇന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പെൺകുട്ടി ഏതാണ് ആൺകുട്ടി ഏതാണെന്ന് നമുക്ക് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് ഓരോരുത്തരുടെയും വസ്ത്രങ്ങൾ. അഥവാ മറ്റ് മതക്കാരുടേത് നോക്കണ്ട, മുസ്ലിം ഉമ്മത്തിൻ്റെത് തന്നെ എന്താണ് ഒരേപോലെ ആയിട്ടാണുള്ളത്. ഈ മക്കൾക്കൊക്കെയും ഈ വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് അവരുടെ രക്ഷിതാക്കൾ തന്നെയാണ്. അതല്ലാതെ ഈ ചെറിയ പ്രായത്തില് 10ാം ക്ലാസ്സിന്റെ താഴോട്ട്, അല്ലെങ്കിൽ ആ ഒരു 10ാം ക്ലാസ് എത്തുന്നവരെയുള്ള വയസ്സ്, ആ സമയത്ത് എന്തായാലും മക്കള് സ്വന്തം പണിക്ക് പോയിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് ഒന്നും വാങ്ങിക്കൂല. അത് വാങ്ങിക്കൊടുക്കുന്നത് രക്ഷിതാക്കൾ തന്നെയാണ്. ഉമ്മ നല്ല ഹിജാബും നിഖാബും ഒക്കെ ഇട്ട് ഫുള്ളും കവർ ചെയ്ത് മോളെ മൊത്തം കാണിച്ച് ആൾക്കാർ എന്താണ് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ട് ഒരുക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. അപ്പൊ അത് അവര് മറ്റത് നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല, അത് ഇടുന്നില്ല എന്ന് നമ്മൾ പറയുന്ന അവസ്ഥയിലേക്ക് ആവരുത്. ആ രീതിയിൽ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് മാതൃകയാക്കേണ്ട ആളുകളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. അല്ലാഹു തആല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് ഇന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് ചെറിയൊരു ഭാഗം ഞാൻ മനസ്സിലാക്കിയ ചെറിയൊരു ഭാഗം വായിക്കാണ് ചെയ്യുന്നത് ഇൻഷാ അല്ലാഹ്. ഒരു വായന ആയതുകൊണ്ട് തന്നെ ഉച്ചക്ക് ശേഷമാണ്, ചിലപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് പലരും ഒന്നൊന്ന് കിടക്കാന്നൊക്കെ വിചാരിക്കുന്ന സമയമായിരിക്കും. അപ്പൊ വായന ആയതുകൊണ്ട് എന്താ പറയാ, അശ്രദ്ധമായി പോകരുത്. അതല്ലെങ്കിൽ വായിക്കുന്നതല്ലേ എന്നുള്ളൊരു ചിന്തയിലാവാതെ ഓരോന്നും നമ്മൾ ശ്രദ്ധിക്കുക. അതിൽ നിന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ എന്തൊക്കെ കൊണ്ടുവരണം എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകാം. നമ്മളൊക്കെ ഒരുപാട് തവണ കേട്ടൊരു പേരാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ള. ശരിക്കും ഇദ്ദേഹത്തിന്റെ പേര് ഷെയ്ഖുൽ ഇസ്ലാം എന്നല്ല, അത് അദ്ദേഹത്തിന് കിട്ടിയ സ്ഥാനപ്പേരാണ്. സുബ്ഹാനല്ലാഹ്, ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കുക. ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ തന്നെ ഷെയ്ഖാണെന്നാ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, അത്രയും ഉന്നത പദവിയിലേക്ക് അദ്ദേഹത്തിന്റെ പേരിനെ, അദ്ദേഹത്തെ അങ്ങനെ വിളിക്കപ്പെടാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ ഓരോരുത്തരും അറിയണം.
അഥവാ അദ്ദേഹത്തെ അറിയപ്പെടുന്നത് പോലും ഷെയ്ഖുൽ ഇസ്ലാം എന്നാണ്. നമുക്കാർക്കും അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം നമുക്ക് അറിയോ? നമ്മള് ചിലപ്പം കേട്ടിട്ടുണ്ടാവും എവിടുന്നെങ്കിലും. എന്നാലും അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് എന്നാണ്. അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം തഖിയുദ്ദീൻ അബുൽ അബ്ബാസ് അഹ്മദ് ഇബ്നു അബ്ദുസ്സലാം ഇബ്നു അബ്ദുല്ലാഹി ഇബ്നു തൈമിയ അൽ ഹറാനി എന്നാണ്. അഥവാ തഖിയുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. എന്നാൽ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ഇബ്നു തൈമിയ എന്നും അറിയപ്പെടുന്നുണ്ട്. അപ്പൊ അദ്ദേഹം ജനിച്ചത് സിറിയൻ അതിർത്തിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന അഥവാ ഇന്നത്തെ തുർക്കിയിലെ ഹറാൻ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. മംഗോൾ ആക്രമണ കാലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഹംബലി കർമ്മശാസ്ത്രണയിലെ ഒരു അംഗമായിരുന്നു. അഥവാ ഹംബലി മദ്ഹബ് ആ ഒരു ഇത് ഫോളോ ചെയ്യുന്ന കുടുംബത്തിലെ അംഗമായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ കുടുംബത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പിതാമഹൻ അഥവാ അബു അൽ ബർക്കത്ത് മജിദ് അദ്ദീൻ ഇബ്നു തൈമിയ അൽ ഹംബലി, അദ്ദേഹവും അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ പിതാവ് ഷിഹാബുദ്ദീൻ അബ്ദുൽ ഹലീം ഇബ്നു തൈമിയ, രണ്ടുപേരും പണ്ഡിതന്മാരായിരുന്നു. അഥവാ ഉപ്പയും ഉപ്പാന്റെ സഹോദരനും അതേപോലെ തന്നെ കുടുംബത്തിലുള്ള മറ്റ് അംഗങ്ങളൊക്കെയും എന്തായിരുന്നു? പണ്ഡിതന്മാരായിരുന്നു. അതേപോലെ തന്നെ പ്രമുഖയായ വനിതാ പണ്ഡിതയായിരുന്ന സൈനബ് ബിൻത്ത് മക്കിയിൽ നിന്നാണ് അദ്ദേഹം ഹദീസ് പഠിച്ചത് എന്നാണ് പറയുന്നത്. ഇവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞൊരു കാര്യം പ്രമുഖയായ വനിതാ പണ്ഡിതയിൽ നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇസ്ലാമില് പുരുഷന്മാർ മാത്രമല്ല പണ്ഡിതന്മാരായിട്ടുള്ളത്, അല്ലെങ്കിൽ ദീനിന്റെ ദഅവത്തിൽ ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഇൽമു പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൽ ഇസ്ലാമിൽ നമുക്ക് മാതൃകയായിട്ട് പുരുഷന്മാർ മാത്രമല്ല. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത 6 സഹാബികളിൽ നാലാമതായി നിൽക്കുന്നത് ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അഥവാ നാലാമത് അവിടെ ഒരു സ്ത്രീയാണ് വരുന്നത്. അത് കഴിഞ്ഞ് 5ഉം 6ഉം പുരുഷനാണ്. അഥവാ അവിടെ സഹാബികളിലും അവിടെ ഇൽമിന്റെ കാര്യത്തിൽ സ്ത്രീകൾക്കും ഉള്ള പ്രാധാന്യമാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം സ്ത്രീകൾ എന്ന് പറയുന്നത് നമ്മള് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, തീർച്ചയായിട്ടും ചെയ്യണം. മക്കളെ കാര്യങ്ങൾ നോക്കണം, കുടുംബം നോക്കണം, നമ്മളെല്ലാം ചെയ്യണം. പക്ഷെ അത് മാത്രമാവരുത് നമ്മുടെ ലക്ഷ്യം. നമ്മള് തഫ്സീർ ക്ലാസ്സിലൊക്കെ തുടക്കത്തിൽ നമ്മൾ കേട്ടിരുന്നത് പോലെ നമ്മൾ അല്ലാഹു തആല ഈ ദുനിയാവിൽ അയച്ചിട്ടുള്ളത് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അഥവാ അല്ലാഹു തആലനെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ലാതെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ നമ്മളിവിടെ അയച്ചിട്ടില്ല എന്നാണ്. സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇല്ലാ ലിയഅരിഫൂൻ എന്നും വരുന്നുണ്ടെന്നൊരു അഭിപ്രായമുണ്ട്. അഥവാ അവിടെ അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാന്ന് പറയുമ്പോൾ അള്ളാഹിനെ നമുക്ക് ഇബാദത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അള്ളാഹിനെ കുറിച്ച് അറിയണം. അഥവാ ഇബാദത്ത് എന്നുള്ളതിന് നമ്മൾ മലയാളത്തിൽ ആരാധന എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പം ശരിക്കും എന്താണ് ഇബാദത്ത്? അത് വെറും നമ്മൾ 5 നേരം നിസ്കരിക്കുക, അല്ലെങ്കിൽ ഖുർആൻ ഓതാ, നോമ്പെടുക്കുക, ഇത് മാത്രമാണ് ഇബാദത്ത്? ഈ ചെയ്യുന്നതിൽ എന്ത് വേണം നമുക്ക്? ആ റബ്ബിനോടുള്ള ഇഷ്ടം, ആ റബ്ബിന്റെ അടുത്തുള്ള പ്രതീക്ഷ, ആ റബ്ബിനോടുള്ള ഭയം എല്ലാം കൂടെ, അഥവാ അള്ളാനെ അറിഞ്ഞുകൊണ്ടായിരിക്കണം ഇബാദത്ത് ചെയ്യേണ്ടത്. ആ ഒരു ഇഷ്ടത്തോടു കൂടി എന്റെ അള്ളാഹിന്റെ മുമ്പിൽ, എന്റെ റബ്ബിന്റെ മുമ്പിൽ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ പഠിക്കുന്നത് എന്നുള്ള ബോധത്തോടു കൂടി ആയിരിക്കണം നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ അമൽ ചെയ്യേണ്ടത്. അപ്പം നമ്മളിവിടെ ഒരു ഇൽമ് നേടുക എന്നുള്ളതും എന്താണ്? നമ്മൾ ആദ്യം പറഞ്ഞ ഹദീസ് മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമ, അഥവാ ആരെങ്കിലും അറിവ് അന്വേഷിച്ചു കൊണ്ടുള്ള ഒരു വഴിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ അവനെന്താണ്? സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും എന്ന് പറയുമ്പം ഇൽമ് നേടാന്നുള്ളതും ഒരു ഇബാദത്ത് തന്നെയാണ്. അൽഹംദുലില്ലാഹ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇൽമ് നേടാന്നുള്ളത് ഒരു ഇബാദത്താണ്. ഇബാദത്തുകളിൽ നമുക്ക് ഒന്നാമതായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ് അതിന്റെ നീയത്ത് ശരിയാവാന്നുള്ളത്. അപ്പം നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ നീയത്ത് അത് എന്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാണ്
എന്നുള്ളത് നമ്മൾ എപ്പോഴും പുതുക്കുക. ഇവിടെ ഇരിക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ എന്ത് പഠിക്കുമ്പോഴും, ഒരായത്ത് ഹിഫ്ള് ചെയ്യുമ്പോഴായാലും, ഒരായത്ത് ഒരാൾക്ക് ഓതി കൊടുക്കുമ്പോഴായാലും, ഒരായത്തിന്റെ തഫ്സീർ പഠിക്കുമ്പോഴായാലും, ഒരു പരീക്ഷയിൽ നമ്മൾ മാർക്ക് വാങ്ങുമ്പോഴായാലും, അതിൽ ഫസ്റ്റ് എത്തുമ്പോഴായാലും, അതിന് സമ്മാനം കിട്ടുമ്പോഴായാലും, നമ്മൾ ഇതൊക്കെ ചെയ്തത് എന്റെ അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രാണ്. അവിടെ ഇപ്പം അൽഹംദുലില്ലാ നമ്മുടെ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു, നമുക്ക് സമ്മാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് കിട്ടി. ഒരുപാട് പേർക്ക് കിട്ടിയിട്ടില്ല. അപ്പം അത് ഈ കിട്ടിയതൊക്കെ കൊടുത്തതും ഒക്കെയും നമ്മൾ എന്താണ്, ഒരു മോട്ടിവേഷൻ തന്നെയാണ് അല്ലെ. കൊടുത്തു, ഇപ്പം ബാക്കിയുള്ളവർക്ക് എനിക്കതിന് സമ്മാനം വാങ്ങണം എന്നുള്ള ആഗ്രഹത്തിൽ ഇതിലേക്ക് ഇറങ്ങും. അതിലൊന്നും ഒരു കുഴപ്പമില്ല, അതൊക്കെ ഉണ്ടായിക്കോട്ടെ. കാരണം ദീനിന്റെ കാര്യത്തിൽ മത്സര ബുദ്ധി ഉണ്ടാവുന്നത് നല്ലത് തന്നെയാണ്. പക്ഷെ ലക്ഷ്യം മാറരുത്. പഠിക്കുന്നത് സമ്മാനം വാങ്ങാൻ വേണ്ടിയിട്ടാവരുത്, ഫസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാവരുത്. അത് എന്റെ ജീവിതത്തിൽ മാറ്റം കൊണ്ടുവരാൻ എന്റെ റബ്ബിന് വേണ്ടിയിട്ടായിരിക്കണം. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അഥവാ സമ്മാനം നമുക്ക് കിട്ടിക്കോട്ടെ, നമ്മൾ ഫസ്റ്റ് ആവാൻ വേണ്ടി മത്സരിക്കണം. തീർച്ചയായിട്ടും ദീനിന്റെ കാര്യത്തിൽ നമ്മൾ മത്സരിക്കണം. പക്ഷെ നമ്മുടെ ലക്ഷ്യം അതാവരുത് എന്ന് മാത്രം. ലക്ഷ്യം എന്റെ റബ്ബിന് ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അഥവാ അതിനു വേണ്ടിയിട്ടാണെന്ന് ആ ഇഖ്ലാസ് അഥവാ പശുവിന്റെ അഥവാ എന്താണ്, പാല് പോലെ അതിനാണ് ഉപയോഗിച്ചത്. പാല് എന്ന് പറയുമ്പം പാലിന്റെ വരുന്ന അത് എന്താണ്, പശുവിന്റെ രക്തവും അതുപോലെ തന്നെ ആ വേസ്റ്റും രണ്ടിന്റെയും ഇടയിലൂടെയാണ് പാല് വരുന്നത്. പക്ഷെ അതെന്താണ്, അത്രയും പ്യുവർ ആണ് അല്ലെ. രക്തത്തിന്റെ എന്തെങ്കിലും നിറമോ ഒന്നുമില്ല, അല്ലെങ്കിൽ വേസ്റ്റിന്റെ ആ ഒരു ദുർഗന്ധമോ ഒന്നും ഇല്ലാതെ പ്യുവറായിട്ട് ഖാലിസായിട്ടാണ് എന്ത് വരുന്നത്, ആ പാല് വരുന്നത്. അപ്പൊ അതുപോലെ ശുദ്ധമായിരിക്കണം നമ്മുടെ ഇഖ്ലാസും നമ്മുടെ നിയ്യത്തും. അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം നമ്മൾ ദീനിന് വേണ്ടിയിട്ട് ഇറങ്ങാം. അങ്ങനെ ദീനിന്റെ കാര്യത്തിൽ നമ്മൾ ഇറങ്ങിയാൽ അള്ളാഹു തആല എന്താക്കി തരും, നമുക്കത് അധികരിപ്പിച്ചു തരും. അതിലെന്തുണ്ടാവും, അത് ബാക്കിയായിരിക്കും. അഥവാ ഒരുപാട് കിതാബുകൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒക്കെ എഴുതിയിട്ടുണ്ട്. എന്നാൽ എല്ലാ ഗ്രന്ഥങ്ങളും ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇല്ല. അതില് ചില ഗ്രന്ഥങ്ങൾ എന്താണ്, ഇന്നും തലയുയർത്തി അത്രയും ഉന്നതിയിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം ആ ഇതിന്റെ ഒക്കെ പിന്നിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അവരുടെയൊക്കെ ഇഖ്ലാസാണ് അവിടെ എന്താക്കുന്നത്, കാണിക്കുന്നത്. അപ്പൊ അതുപോലെ നമ്മൾ എന്താവുക, എല്ലാം ഇഖ്ലാസോട് കൂടി ചെയ്യുക. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നിട്ടുള്ളത് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയെ കുറിച്ചാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ പോയിന്റ് പറയുമ്പോൾ ഞാൻ കുറച്ചൊന്ന് വിശദീകരിക്കുന്നത്, നമ്മൾ അത് പറഞ്ഞിട്ട് അവിടെ പകുതിയിൽ നിൽക്കരുത്. അഥവാ ഓരോ പോയിന്റ് പറയുമ്പോഴും ഇതിൽ നിന്ന് ഞാൻ എന്ത് പാഠം ഉൾക്കൊള്ളാം. ഇപ്പൊ ഇവിടെ ഇദ്ദേഹത്തിന്റെ കുടുംബത്തില് ഉപ്പയും സഹോദരന്മാരും ഒക്കെയും പണ്ഡിതന്മാരാണെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ചിന്തിക്കേണ്ടത്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഉപ്പയും ഇതൊന്നും പണ്ഡിതന്മാരായിട്ടില്ലല്ലോ എന്നല്ല, നമ്മളിന് പണ്ഡിതന്മാരാവാ. അപ്പൊ നമ്മളെ മക്കളുടെ കുടുംബം, നമ്മുടെ മക്കൾ എന്തായിരിക്കും, പണ്ഡിത കുടുംബത്തിലുള്ള മക്കളാവും. അപ്പം നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. അതുപോലെ അദ്ദേഹം ഹദീസ് പഠിച്ചത് എന്താ, പ്രമുഖയായ വനിതാ പണ്ഡിതയിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പഠിച്ചിട്ടുള്ളത്. സുബ്ഹാനല്ലാഹ്. അപ്പം പഠിക്കാനും പഠിപ്പിക്കാനും എന്തുണ്ട്, സ്ത്രീകളും ഉണ്ടായിരുന്നു, ഇനിയും ഉണ്ടാവണം. നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ജമാലുദ്ദീൻ അൽ സർമാരി പറഞ്ഞതായി ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുള്ള അദ്ദേഹത്തിന്റെ കിതാബിൽ ഉദ്ധരിക്കുന്നു. ഞങ്ങളുടെ കാലത്ത് ഞങ്ങളെ ഒരുപാട് അത്ഭുതപ്പെടുത്തിയിരുന്ന ഒരു കാര്യമാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ ഓർമ്മശക്തി. അദ്ദേഹം ഒരു കിതാബ് ഒറ്റ തവണ വായിച്ചു തീർന്നാൽ അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ അത് മുഴുവനായും പതിഞ്ഞിട്ടുണ്ടാവും. അതിലെ ഓരോ വാക്കും അതിന്റെ മഅനയും ഉൾപ്പെടുത്തിക്കൊണ്ട് മറ്റു ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്. 19-ാം വയസ്സിൽ ഫത്വ നൽകാനുള്ള യോഗ്യതയും 22-ാം വയസ്സിൽ ദാറുൽ ഹദീസിൽ പഠിപ്പിക്കുവാനുള്ള അവസരവും ലഭിച്ചിരുന്നു. ഹദീസ് വിജ്ഞാനത്തിൽ ഹാഫിളായിരുന്നു. അദ്ദേഹം ഒരു മുജ്തഹിദിന്റെ പദവി കൈവരിച്ചതായി അക്കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ സാക്ഷ്യപ്പെടുത്തി. അഥവാ ഇവിടെ 19-ാമത്തെ വയസ്സിൽ ഫത്വ നൽകാനുള്ള യോഗ്യതയും 22-ാം വയസ്സിൽ ദാറുൽ ഹദീസിൽ പഠിപ്പിക്കുവാനുള്ള അവസരവും ലഭിച്ചിരുന്നു എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമുക്കും എന്തപ്പോ ഫത്വ ഒക്കെ കൊടുത്തൂടെ എന്നല്ല. സുബ്ഹാനല്ലാഹ്. പണ്ഡിത ലോകത്ത് അദ്ദേഹത്തിന് അതിനുള്ള അംഗീകാരം ആ ചെറിയ പ്രായത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത്രയും ഇൽമ് നേടാൻ അദ്ദേഹം ആ ചെറിയ പ്രായത്തിൽ തന്നെ
പരിശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ശിഷ്യൻ ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തെ കുറിച്ച് പറയാണ്, അദ്ദേഹത്തെക്കാൾ നല്ലൊരു ജീവിതം നയിച്ച ആരെയും ഞാൻ കണ്ടിട്ടില്ല. സുഖാഡംബരങ്ങളെ മുഴുവൻ മായ്ച്ചു കളയും വിധം പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ ജയിലിലും ഭീഷണികളും പീഡനങ്ങളുമായി അദ്ദേഹം മറ്റാരെക്കാളും സംശുദ്ധമായ ജീവിതം നയിച്ചു. ഭയത്തിന്റെ പിടിയിൽ അകപ്പെട്ട് മനസ്സ് മടുക്കുകയും ഭൂമി കുടുസായി അനുഭവപ്പെടുകയും ചെയ്താൽ ഞങ്ങൾ അദ്ദേഹത്തെ സമീപിക്കുകയും അദ്ദേഹത്തെ കാണുകയും വാക്കുകൾ കേൾക്കുകയും ചെയ്യുമ്പോൾ വിഷമങ്ങളെല്ലാം മാറി ആശ്വാസവും മനക്കരുത്തും ശമനവും ലഭിക്കും. ഐഹിക ലോകത്തെ സുഖ ഐശ്വര്യങ്ങളെ കുറിച്ച് അദ്ദേഹം വല്ലതും പ്രസ്താവിച്ചതായി ഞാൻ കണ്ടില്ല. പകരം പരലോക കാര്യങ്ങളിലും അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന വിഷയങ്ങളിലുമായിരുന്നു അദ്ദേഹത്തിന്റെ ശ്രദ്ധയും സംഭാഷണങ്ങളും മുഴുവനും. അഥവാ ഈ ദുനിയാവിനെ കുറിച്ച് അദ്ദേഹം സംസാരിച്ചതായി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ശിഷ്യൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് നമ്മൾ ഈ ദുനിയാവില് നമുക്കൊരു ദിവസം 24 മണിക്കൂർ തന്നിട്ടുണ്ടല്ലേ. ഈ 24 മണിക്കൂറില് നമ്മളൊന്ന് ഉറങ്ങുന്ന സമയം, ഭക്ഷണം കഴിക്കുന്നതും നമ്മൾ ഫ്രഷ് ആവുന്ന സമയമൊക്കെ കുറച്ചിട്ട് പിന്നെ കിട്ടുന്ന സമയം ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ആ സമയത്തിൽ എത്ര സമയം ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് ചിന്തിച്ചു, ഞാൻ എൻ്റെ റബ്ബിനെ കുറിച്ച് സംസാരിച്ചു, ഞാൻ എൻ്റെ റബ്ബിനോട് സംസാരിച്ചു, ഞാൻ എൻ്റെ റബ്ബിന് വേണ്ടി മാറ്റിവെച്ചു എന്നുള്ളതൊന്ന് നമ്മൾ സ്വയം കാൽക്കുലേറ്റ് ചെയ്യുക. ആരും പറയണ്ട, ആരെയും കാണിക്കണ്ട. ഈ പറയുന്ന ഞാനടക്കം നമ്മൾ സ്വയം ചിന്തിക്കുക, ഞാൻ എത്ര നേരം എൻ്റെ റബ്ബിന് വേണ്ടി. അഥവാ നമ്മള് ഡെയിലി ഇപ്പൊ നമ്മൾ പറയുമ്പോൾ, ഞാനിപ്പോ രാവിലെ എണീച്ചാൽ എനിക്ക് ഭക്ഷണം ഉണ്ടാക്കണം, മക്കളെ സ്കൂളിൽ അയക്കണം, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ പണി അതൊക്കെ വൃത്തിയാക്കി കഴിയുമ്പോഴേക്ക് ലുഹറായി, വേഗം ലുഹർ നിസ്കരിച്ചിട്ട് വരുമ്പോഴത്തേക്ക് വൈകുന്നേരത്തെ കാര്യങ്ങളായി, അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ എന്റെ ദിവസം തീരാണ്. അതിന്റെ ഇടയ്ക്ക് ഉച്ചക്കത്തെ 2:30 ക്ലാസ്സിൽ കയറുന്നുണ്ട്, പിന്നെ തഫ്സീറിന്റെ ക്ലാസ് എല്ലാം കുറച്ച് കേൾക്കുന്നുണ്ട്. അതല്ലാണ്ട് ഇപ്പൊ എന്തെല്ലാം കഴിയാന്നൊക്കെ നമ്മൾ ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ നീയത്ത്, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ നമ്മുടെ നീയത്ത് കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും? നമ്മുടെ ആദത്തിനെയും നമുക്ക് ഇബാദത്താക്കാം, അഥവാ നമ്മുടെ ശീലങ്ങളെയും നമുക്ക് ഇബാദത്താക്കാം. അതല്ലാതെ ഇബാദത്ത് തുടക്കത്തിൽ പറഞ്ഞ പോലെ വെറും നിസ്കാരവും കുറേ നേരം നിസ്കരിക്കുക, കുറേ നേരം ഖുർആൻ ഓതാ, കുറേ നേരം ദിക്ർ ചെയ്യുക എന്നത് മാത്രമല്ല, അതിനൊക്കെ അതിൻ്റെതായ പ്രതിഫലമുണ്ട്. അതിന് നമ്മൾ സമയം കണ്ടെത്തണം. സമയം ഇല്ലാതൊന്നും ഇരിക്കൂല. നമ്മൾ ഫോൺ നോക്കുന്ന സമയം ഒന്നൊന്ന് കുറച്ചാല്, അഥവാ നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വെറുതെ ഫോൺ എടുത്ത് നോക്കുന്ന സമയം ഒന്ന് കുറച്ചാല് നമുക്ക് അതിനൊക്കെ ഒരുപാട് സമയം കിട്ടും. എല്ലാവർക്കും സമയം ഉണ്ടാവും. എത്ര തിരക്കുണ്ടെങ്കിലും സമയം കിട്ടാതെ ഒന്നും ഇരിക്കൂല. അതൊക്കെ എന്താണ്, നമ്മുടെ വെറും തോന്നലുകളാണ്. എനിക്ക് തീരെ സമയമില്ല എന്നൊക്കെ ഉള്ളത്. സമയമൊക്കെ കിട്ടും, തീർച്ചയായിട്ടും കിട്ടും ഇൻഷാ അല്ലാഹ് ബിഇദ്നില്ല. അപ്പൊ നമ്മള് അങ്ങനെ പരാതി പറയാൻ നിൽക്കാതെ എന്ത് ചെയ്യാം, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും അത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ചെയ്താൽ മതി. നമ്മൾ രാവിലെ എണീക്കുന്നു, ദുആ പറഞ്ഞ് എണീക്കുന്നു, രാവിലത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കിച്ചണിലേക്ക് കയറുമ്പം അവിടെ നമ്മൾക്കിപ്പം എന്താണ്, കൈ കൊണ്ട് ഒരുപാട് പണിയുണ്ടാവും, വായ കൊണ്ട് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലല്ലോ. നമ്മൾ ദിക്ർ ചെയ്യുക. അതുപോലെ ഈ ഭക്ഷണം ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എല്ലാവർക്കും ഭക്ഷണം കൊടുക്കണം. അത് എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ കൊടുക്കുന്നത്? അവരുടെയൊക്കെ വയറ് നിറയാനാണോ? ആ നീയത്ത് നമ്മൾ മാറ്റി, ഇത് എന്റെ അള്ളാന്റെ തൃപ്തിക്കൊണ്ട്, എന്റെ റബ്ബ് പറഞ്ഞതാണ് എന്ന് ചിന്തിച്ചിട്ട് നമ്മൾ ആ ഭക്ഷണം ഉണ്ടാക്കുക. അപ്പൊ അതിൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും, അതിൽ നമ്മൾ ഒരു ആസ്വാദനം കണ്ടെത്തും. പിന്നെ നമ്മൾ ആ ഭക്ഷണം കൊണ്ടു കൊടുക്കുമ്പം നമുക്ക് വഴക്ക് കിട്ടാണ്, അല്ലെങ്കിൽ ഇതിന് കുറ്റം പറയാണ്, അവിടെ നമുക്ക് വിഷമമില്ല. കാരണം നമ്മൾ അവരുടെ അഭിപ്രായത്തിന് വേണ്ടിയിട്ടല്ല. ടേസ്റ്റ് ഇല്ലെങ്കിൽ ഇനിയും ടേസ്റ്റ് ഉള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക, നമ്മുടെ മാക്സിമം നമ്മൾ ശ്രമിക്കുക. എന്നിട്ടും നമ്മൾ ഏറ്റവും നന്നായി ചെയ്തിട്ടും നമുക്ക് അതിന് കുറ്റവും കുറവുകളും മാത്രമാണെങ്കിലും നമ്മൾ അവിടെ ഉണ്ടാക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. കാരണം നമ്മൾ അവരെ തൃപ്തിപ്പെടുത്താനല്ല ചെയ്തത്, എന്റെ റബ്ബിന് വേണ്ടിയിട്ട്. അപ്പൊ നമ്മൾ രാവിലെ മുതൽ ഉച്ചവരെ കിച്ചണിലാണെന്ന് വിചാരിക്കുക, പക്ഷെ നമ്മളവിടെ ഇബാദത്തിലാണ്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ മാറണം. നമ്മൾ ഇൽമു പഠിക്കുന്ന നമ്മളെ നീയത്ത് എപ്പോഴും നമ്മൾ ഇത്, ഇപ്പൊ ഇന്ന് ഈ ക്ലാസ് കേട്ട് ഇന്ന് ക്ലാസ്സിന് ശേഷമുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഓർമ്മ ഉണ്ടാവും. പക്ഷെ അതും പോരാ, നമ്മൾ എവിടെയെങ്കിലും എഴുതി വെക്കണം. എപ്പോഴും നമ്മൾ കാണുന്നിടത്ത്
ഏറ്റവും നമ്മൾ എപ്പോഴും കാണുന്നത് കൂടുതൽ 90% ആൾക്കാരും ഫോണിന്റെ സ്ക്രീൻ ആയിരിക്കും. ആ ലോക്ക് സ്ക്രീനിൽ എഴുതി വെച്ചോ, നിന്റെ നീയത്ത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കുക, നിന്റെ നീയത്ത് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രമാക്കുക എന്നുള്ളത് അവിടെ നമ്മൾ എഴുതാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഫോണിന്റെ വാൾപേപ്പർ ആയിട്ട് വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം നമ്മള് മനുഷ്യന്മാരെ സംബന്ധിച്ച് എന്താണ്, ഇൻസാൻ എന്നാണ് മനുഷ്യനെ കുറിച്ച് പറഞ്ഞത് അല്ലാഹു. ഇൻസാൻ എന്ന് പറഞ്ഞാൽ എന്താ, മറക്കുന്നവനാ, മറന്നുകൊണ്ടിരിക്കും. നമുക്കിതിങ്ങനെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ നിങ്ങളോട് പറയാൻ കുറെ കാര്യങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. ആ വിചാരിച്ച എല്ലാതൊന്നും എനിക്ക് പറയാൻ പറ്റൂല. അള്ളാഹു തആല എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ മറന്നു പോകും. അതുപോലെ നമ്മൾ ഓരോരുത്തരും പലതും കേൾക്കുമ്പോ ഇനി ഞാൻ ഒരിക്കലും മറക്കൂല, ഞാൻ എന്നും ഓർമ്മിച്ച് ചെയ്യണം എന്നൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മൾ മറക്കും, സ്വാഭാവികമാണ്. നമ്മൾ അങ്ങനെ മറക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ മറവിക്കുള്ള കാര്യങ്ങൾ. ഇപ്പം നിസ്കാരത്തില് മറവി സംഭവിച്ചാല് അവിടെ നമുക്ക് സഹവിന്റെ സുജൂദ് ഉണ്ട്. അപ്പൊ അതെന്തിനാ തന്നത്? മനുഷ്യനാണ്, മറക്കും. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് ബിസ്മി പറയാൻ മറന്നുപോയാല് ബിസ്മില്ലാഹി അവ്വലുഹു ആഖിറുഹു എന്ന് ചൊല്ലണമെന്ന് എന്തുകൊണ്ടാണ് നമുക്ക് ദുആ പഠിപ്പിച്ചു തന്നത്? അത് മറക്കുന്നത് കൊണ്ടാ. അങ്ങനെ ഒരു കാര്യം മറക്കൂല, ഒരാൾ ഒരിക്കലും മറക്കൂല എന്നുണ്ടെങ്കിൽ പിന്നെ അത് പഠിപ്പിച്ചു തരേണ്ട ആവശ്യമില്ല അല്ലെ. അപ്പൊ നമുക്കത് പഠിപ്പിച്ചു തന്നത് നമ്മൾ മറക്കും, സ്വാഭാവികമാണ്. പക്ഷെ മറന്നാലും നമ്മൾ എന്താക്കണം, ഓർമ്മിക്കണം. ആ മറന്ന് ആ ഈമാൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലാവരുത്. അത് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ എന്താണ്, വല്ലദീന ഇദാ ഫഅലൂ ഫാഹിശതൻ ഔ ളലമൂ അൻഫുസഹും. അഥവാ സത്യവിശ്വാസികളെ കുറിച്ച്, സ്വർഗാവകാശികളായ ആൾക്കാരെ കുറിച്ച് പറയുന്നതിൽ അവരുടെ ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യം പറയുന്നത് എന്താ, അവനൊരു തെറ്റ് ചെയ്യും, അവന്റെ നഫ്സിനോട് ഒരു അക്രമം ചെയ്തു പോകും. സ്വാഭാവികമാണ്, ചെയ്യും. തെറ്റ് ചെയ്യൂല എന്നുള്ള പറയുന്നില്ല, ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാല് വിശ്വാസികൾ എന്താ ചെയ്യാ, ദക്കറുല്ലാഹ്, അവരല്ലാഹനെ ഓർമ്മിക്കും. വിശ്വാസികളെ സംബന്ധിച്ച് തെറ്റുകൾ സംഭവിച്ചു പോകും. തെറ്റുകൾ സംഭവിക്കാത്തവരായിട്ട് ആരുമില്ല അല്ലെ. കുല്ലു ബനി ആദമ ഖത്താഊൻ എന്ന് പറഞ്ഞത്, എല്ലാ ആദം സന്തതികളും എന്താണ്, തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷെ അതിലേറ്റവും ഉത്തമനാരാണ്? അവരെന്താക്കും, ദക്കറുല്ലാഹ്, അവര് അള്ളാഹനെ ഓർമ്മിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? വെറും അള്ളാഹനെ ഓർമ്മിച്ചിട്ട് അവിടെ നിൽക്കോ? അള്ളാഹ് ഞാൻ ചെയ്തു പോയി എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. ഫസ്തഗ്ഫിറുല്ലാഹ്, അവർ അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടും. ഫസ്തഗ്ഫറൂ ലിദുനൂബിഹിം, അവര് അള്ളാഹിനോട് എന്താക്കും, അവരുടെ പാപത്തിന് പൊറുക്കലിനെ തേടും. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അള്ളാഹ് അല്ലാതെ പാപങ്ങൾ പുറത്തു തരാനായിട്ട് ആരാ ഉള്ളത്? അപ്പം നമ്മൾ എന്ത് ചെയ്യാ, നമ്മൾ ആ സത്യവിശ്വാസികൾ ഉൾപ്പെടാം. അഥവാ നമ്മളടുത്തുനിന്ന് സ്വാഭാവികമാണ്, നമ്മൾ പല കാര്യങ്ങളും മറന്നു പോവും, നമ്മൾ ചെയ്യണമെന്ന് വിചാരിച്ചത് ചെയ്യാൻ പറ്റാതാവും, തെറ്റുകൾ സംഭവിച്ചു പോവും. പക്ഷെ അതിൽ ഉറച്ചു നിൽക്കരുത്. പകരം എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹിനെ ഓർമ്മിക്കാം. അള്ളാഹിനെ ഓർമ്മിക്കുക മാത്രമല്ല, അവിടെ ഇസ്തിഗ്ഫാർ തേടാം, തൗബ ചെയ്ത് മടങ്ങാം. അല്ലാഹു തആല നമുക്ക് പുറത്തു തരും. അങ്ങനെയുള്ളവർക്കാണ് എന്ത് പറയുന്നത്, അവർക്കാണ് സ്വർഗം എന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ അതുകൊണ്ട് നമ്മള് തെറ്റുകൾ സംഭവിച്ചു പോയാല്, നമ്മൾ മറന്നു പോയാല് ഒക്കെ നമ്മൾ എന്താക്കുക, തൗബയിലേക്ക് മടങ്ങുക. അപ്പൊ തൗബ ചെയ്യേണ്ട കാര്യവും പറയുമ്പോൾ നമ്മൾ ഓർക്കേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ തെറ്റ് ചെയ്താൽ മാത്രമല്ല ശരിക്കും തൗബ ചെയ്യേണ്ടത്. നമുക്ക് നന്മ ചെയ്യാനുള്ള അവസരം ഉണ്ടായിട്ട് നമ്മൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ അതിന് നമ്മൾ അള്ളാഹിനോട് തൗബ ചെയ്യും. നമുക്കൊരു നന്മ ചെയ്യാൻ അവിടെ അവസരം കിട്ടി, അല്ലാഹു തആല നമുക്ക് തന്നു, അങ്ങനെയാണ് പറയാ അല്ലെ. അള്ളാഹ് നമുക്ക് തരുന്നതാ, നമുക്ക് അവസരം തന്നു, പക്ഷെ എന്നിട്ട് നമ്മൾ ചെയ്തില്ല. അപ്പൊ നമ്മൾ എന്താണ്, അതിന് നമ്മൾ തൗബ ചെയ്യണം. തൗബ ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കാം. ഇന്ന് മിഷ്കാത്തിന്റെ ഗ്രൂപ്പിൽ ഉള്ളവരാണെങ്കിൽ അവിടെ ഒരു പോള് വന്നിട്ടുണ്ട് അല്ലെ. എന്താണ്, സ്വർഗത്തിൽ ഒരു വീട് ഇന്ന് ആരെങ്കിലും വാങ്ങിയോ, സൂറത്തുൽ ഇഖ്ലാസ് 10 പ്രാവശ്യം ഓതിയോ എന്ന് ചോദിച്ചിട്ട്. അത് ആ ഒരു ചോദ്യം, അതില് നമ്മള് മാർക്കൊന്നും ചെയ്യണ്ട, നിർബന്ധമില്ല. ഇപ്പം എല്ലാവർക്കും ഇപ്പൊ ഞാൻ ഓതി എന്നുള്ളത് ആരെയും അറിയിക്കാൻ. പക്ഷെ ആ ചോദ്യം നമ്മൾ നമ്മുടെ നഫ്സിനോട് ചോദിക്കാം. ഞാൻ ഇന്ന് സ്വർഗത്തിലെ ഒരു വീട് ഉണ്ടാക്കിയോ? 10 പ്രാവശ്യം സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ 10 മിനിറ്റ് പോലും വേണ്ട, 5 മിനിറ്റേ നമുക്ക് വേണ്ട, 5 മിനിറ്റും വേണ്ട. ആ ഒരു 5 മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കാം. കഴിഞ്ഞിട്ടില്ലേ, നമ്മൾ എന്താക്കാം, അള്ളാഹിനോട് പറയാ, അള്ളാഹ് എനിക്ക് അവസരം ഉണ്ടായിട്ടും ഞാൻ ഉപയോഗപ്പെടുത്തിയില്ല. നമ്മൾ പലരും ആ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്ത് എല്ലാവരും കണ്ടിട്ടുണ്ടാവില്ല, ആ ഒരു മെസ്സേജ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ നമുക്ക് കഴിഞ്ഞിട്ടില്ല, നമുക്ക് അതിനുള്ള അവസരം കിട്ടി, നമ്മൾ ഓർമ്മപ്പെടുത്തി, അല്ലാഹു തആല നമ്മൾ ഓർമ്മപ്പെടുത്തി. പക്ഷെ നമ്മൾ എന്നിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇനി നമ്മൾ അത് ചെയ്യാ. എന്നിട്ട് എന്താ ചെയ്യാ, അള്ളാഹിനോട് പറയാ. അള്ളാഹിനോട് ആ കാര്യത്തിൽ നമ്മൾ എന്താക്കണം, നമുക്ക് സങ്കടം ഉണ്ടാവണം.
എനിക്ക് അവസരം ഉണ്ടായിട്ടും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ ആയിരുന്നു മുൻകാലത്തെ ഓരോരുത്തരും. അപ്പൊ നമ്മള് ഇങ്ങനെ നമ്മുടെ ദീനിന്റെ വിഷയത്തിൽ ഓരോന്നും അഥവാ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചും ചെയ്യാൻ പറ്റാത്തതിനെ കുറിച്ചും ആലോചിച്ച് അതിന് അള്ളാഹുവോട് നമ്മൾ ഇസ്തിഗ്ഫാറും തൗബയും ചെയ്തുകൊണ്ടിരുന്നാല് പിന്നെ നമുക്ക് ഈ ദുനിയാവിൽ നമുക്ക് കിട്ടാത്ത ചെറിയ ചെറിയ കുറെ കാര്യങ്ങളുണ്ടല്ലേ, അതിൽ ചെറുതിനെ നമുക്ക് പറയാൻ കഴിയും, ചെറുതൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ, അള്ളാഹു തആല ഈ ദുനിയാവിന് ഒരു കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ല. ഒരു കൊതുകിന്റെ ചിറക് എത്രയാണെന്ന് നമുക്കറിയാലേ, നമുക്കത് കൊതുകിനെ കൊന്നു കഴിഞ്ഞാൽ ആ ചിറക് ചിലപ്പോൾ കാണാൻ പോലും കഴിയില്ല, അത്രയും ചെറുതാണ്. അപ്പൊ അത്രയും വില പോലും കൊടുത്തിട്ടില്ല ഈ ദുനിയാവിന്. അപ്പൊ ഈ ദുനിയാവിന് മൊത്തമായിട്ട് തന്നെ അത്ര വില കൊടുത്തിട്ടില്ല. അപ്പൊ ഈ ദുനിയാവിലുള്ള മൊത്തം പ്രശ്നം ഇപ്പൊ നമുക്കുണ്ടോ? ഇല്ല. നമ്മുടെ പ്രശ്നം ബാക്കിയുള്ള ആൾക്കാരെക്കാളും എത്രയോ ചെറുതായിരിക്കും. അപ്പം ഈ ദുനിയാവിലുള്ള മൊത്തം പ്രശ്നത്തിന് തന്നെ ആ കൊതുകിന്റെ ചിറകിന്റെ വില പോലും കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രശ്നത്തിന് എന്തെങ്കിലും വില ഉണ്ടോ? നമ്മൾ ചിന്തിച്ചാൽ മതി അല്ലേ, ഒരു വിലയുമില്ല. അതിനെ കുറിച്ച് കുറെ ചിന്തിച്ച് ടെൻഷൻ ആവാതെ നമ്മൾ എന്ത് ചെയ്യാ, നമ്മുടെ ദീനിന്റെ കാര്യങ്ങളിൽ ഇനി എങ്ങനെ എന്റെ സാഹചര്യത്തിൽ എനിക്ക് എങ്ങനെ എന്റെ റബ്ബിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ ആവാൻ കഴിയും, അബുദാവാൻ കഴിയും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക, നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കാം. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് കേട്ടത്, ഈ ദുനിയാവിൽ ഏറ്റവും സമാധാനത്തിൽ ജീവിച്ച വ്യക്തിയിൽപ്പെട്ട ഒരാളാണ് അല്ലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. പക്ഷെ നമ്മളെ കാഴ്ചപ്പാടില് അയാള് ഭയങ്കര സമാധാനമുള്ള ആളാണ് എന്നുള്ള നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ എന്താണ്, ചെറുപ്പത്തിൽ തന്നെ അനാഥനായി, കുറച്ചു കഴിയുമ്പോൾ ഉമ്മ മരണപ്പെട്ടു, പിന്നെ ഉണ്ടായ ഉപ്പാപ്പ മരണപ്പെട്ടു, പിന്നെ സംരക്ഷണം ഏറ്റെടുത്ത പിതാമഹനും അവിടെ മരണപ്പെടാണ്. അങ്ങനെ ഓരോരുത്തരായി ജീവിതത്തിൽ നിന്ന് പോവാണ്, യുദ്ധങ്ങളും അങ്ങനെ എന്താ പറയാ പ്രിയപ്പെട്ട ഓരോരുത്തരുടെ വേർപാടും. അങ്ങനെ നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നബി ജീവിതം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്, ഞാൻ ഈ ദുനിയാവിൽ ഏറ്റവും സമാധാനത്തിലാണ് ജീവിക്കുന്നത്. കാരണം അവിടെ ദുനിയാവിന് ഒരു വിലയും അള്ളാഹു തആല കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾക്ക് ദുനിയാവും കൊടുത്തിട്ടില്ല. നമുക്ക് ദുനിയാവിലുള്ള സുഖ സൗകര്യങ്ങൾ നമുക്ക് നഷ്ടപ്പെടുമ്പോൾ, നമുക്ക് കിട്ടാതാവുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമാണ്. അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള ആൾക്കാർക്ക് അള്ളാഹ് അത് കൊടുക്കൂല. ഇനി കിട്ടുന്ന ആൾക്കാർക്ക് അവരെ ഭയങ്കര അള്ളാഹു തആലക്ക് ഇഷ്ടമാണ് എന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. കൊടുക്കുന്നതും അള്ളാഹു തആല ഒരാൾക്ക് ഒരു അനുഗ്രഹം നൽകുന്നതും പരീക്ഷണാണ്, നൽകാത്തതും പരീക്ഷണാണ്. നൽകാത്ത പരീക്ഷണത്തെക്കാളും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നൽകുന്ന പരീക്ഷണമാണ്. കാരണം മനുഷ്യന്മാരെ സംബന്ധിച്ച് നഷ്ടങ്ങൾ വരുമ്പം അള്ളാഹിലേക്ക് നമ്മൾ വേഗം തിരിയും. എന്നാൽ അനുഗ്രഹം ഉണ്ടാവുമ്പം അള്ളാഹിന്റെ അടുത്തേക്ക് തിരിയാൻ നമുക്ക് കുറച്ച് മടിയാണ്. പക്ഷെ നമ്മൾ അവിടെയും മാറണം. നമുക്ക് ഹൈറായിക്കോട്ടെ ഷെറായിക്കോട്ടെ, അത് നമുക്കാണ് ഹൈറും ഷെറും തോന്നുന്നത്. അതിലുള്ള ശരിയായ ഹൈറും ഷെറും ആർക്കാണ് അറിയാം? അള്ളാഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ കാര്യത്തിൽ നമ്മളൊരു കാര്യം ചോദിച്ചു, അത് നടന്നു, അൽഹംദുലില്ലാ, അത് അള്ളാഹു തആല നമ്മുടെ ആഗ്രഹം പൂർത്തിയാക്കി തരും. നമ്മളൊരു കാര്യം ചോദിച്ചു, അത് നടപ്പിലാക്കി തന്നിട്ടില്ല, അവിടെ നമ്മൾ അൽഹംദുലില്ലാ. കാരണം എന്താ, ഇനി അവിടെ നടക്കാൻ പോകുന്നത് അള്ളാഹു തആലയുടെ തീരുമാനമാണ്, നമ്മളെ തീരുമാനമല്ല. അപ്പൊ അതില് നമ്മൾ കൂടുതലായി സന്തോഷിക്കുകയാണ് വേണ്ടത്. അള്ളാഹു തആല നമ്മളെ ഓരോരുത്തരെയും അക്കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മറ്റൊരു കാര്യം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുള്ളയെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരുപാട് കാലം ജയിലിൽ അകപ്പെട്ടിരുന്നു. അഥവാ തൗഹീദ് പറഞ്ഞതിന്റെ പേരിൽ ജയിലിൽ പോകേണ്ട വന്ന മഹാപണ്ഡിതനാണ് എന്ത്, ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ്. നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമാണ്, നമ്മൾ ഇന്ന് ദീന് പറഞ്ഞതിന്റെ പേരിൽ നമ്മൾ ആരെങ്കിലും അടിച്ചോ, നമ്മൾ ആരെങ്കിലും കളിയാക്കിയോ, അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് പുറത്താക്കിയോ ഒന്നും ചെയ്തിട്ടില്ല. ചിലപ്പോൾ ചെറിയ ഓക്ക് ഭയങ്കര മൗലവി മുത്തക്കി എന്നൊക്കെ ചിലപ്പോൾ ചെറിയ എന്തെങ്കിലും കളിയാക്കലെല്ലാം കേൾക്കും. അത് കേട്ടാൽ തന്നെ പിന്നെ നമ്മൾ അവിടെ നിർത്തി അതിനെ അവരോട് പറയണ്ട, മതി. അങ്ങനെ ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ തന്നെ നമ്മളെ ഫാമിലിനോട് ചിലപ്പം പറയാത്ത ആൾക്കാരായിരിക്കും. പുറമെ ബാക്കിയുള്ള ആൾക്കാരോട് പറയാൻ നമുക്ക് വലിയ പ്രശ്നമില്ല. കാരണം അഥവാ നമ്മൾ പറയുന്നതൊക്കെ കേൾക്കുന്ന സർക്കിളിൽ പറയാൻ നമ്മളും റെഡിയാ. അതല്ലാണ്ട് പറയുമ്പം അങ്ങനെയെല്ലാം നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഇനി അവരെപ്പോഴും വേണ്ട, അവരെപ്പോഴും അവരെ ആൾക്കാരെ പോലെ. നമ്മൾ സൂറത്തുൽ ബഖറയിൽ കേട്ടതുപോലെ അവരെടുത്ത് പോകുമ്പോ ഞങ്ങൾ നിങ്ങളെ കൂടെയാണ്, തിരിച്ചിങ്ങോട്ട് വരുമ്പോ നമ്മൾ വെറുതെ പറഞ്ഞതാ നമ്മൾ നിങ്ങളെ കൂടെയാ എന്ന് പറയുന്ന അവസ്ഥ നമ്മളിൽ ഉണ്ടാവരുത്.
നമ്മൾ ദീന് പറയണം. അത് പറയേണ്ട സന്ദർഭത്തിൽ പറയേണ്ടതായ രീതിയിലായിരിക്കണം പറയേണ്ടത്. അതല്ലാതെ വേഗം പോയിട്ട് നിങ്ങളെല്ലാം ചെയ്തത് ഫുള്ളും തെറ്റാ, ഇത് മാത്രം ശരി എന്നല്ല. ദഅവത്തിനും അതിൻ്റെതായ മര്യാദകളുണ്ട്, അതിൻ്റെതായ രീതിയുണ്ട്. അല്ലാഹു തആല നമുക്ക് അതിനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് ഇബ്നു തൈമിയ റഹിമഹുല്ല ജയിലിൽ പ്രവേശിച്ച സമയത്ത് ജയിലിലുള്ളവര് നേരം പോക്കിനായി ചതുരംഗവും മറ്റു പല വിനോദങ്ങളിൽ ഏർപ്പെട്ട് അവരുടെ നിസ്കാരത്തിലെല്ലാം അശ്രദ്ധരായിട്ട് അദ്ദേഹം കണ്ടു. അങ്ങനെ അദ്ദേഹം അവരെ അതിൽ നിന്ന് തടയുകയും 5 നേരം നിസ്കരിക്കാനും നന്മകളിൽ മുന്നേറാനൊക്കെ നിർദ്ദേശിച്ചു. അതിനോടൊപ്പം അദ്ദേഹം അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ചെയ്യുന്ന ഇതിൽ നിന്നൊക്കെ മാറി നിന്ന് അള്ളാഹിനോട് കൂടുതലായി ഇസ്തിഗ്ഫാർ ചെയ്യാനും കൂടുതലായി ദുആ ദിക്റുകളൊക്കെ അധികരിപ്പിക്കാനും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ അവിടെ അദ്ദേഹം ജയിലിലും ദർസുകൾ എടുക്കാൻ തുടങ്ങി, ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അല്ലാഹു തആല അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അങ്ങനെ അവരിലുള്ള ഓരോരുത്തരിലും അദ്ദേഹം എന്താക്കി, സുന്നത്തിനോടുള്ള ആഗ്രഹവും അവരുടെ മനസ്സിൽ അതിനോടുള്ള ഇഷ്ടവും അത് ചെയ്യാനുള്ള ഇതൊക്കെ അവർക്ക് ആ രീതിയിൽ ആ ജയിലിലുള്ള ആൾക്കാരെ അദ്ദേഹം മാറ്റിയെടുത്തു എന്നാണ്. അങ്ങനെ ആ ജയില് അവിടെ അതൊരു ദീനിന്റെ വിജ്ഞാന കേന്ദ്രമായി എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, നമ്മൾ എത്ര കാലമായി, നമുക്ക് സൗകര്യങ്ങളും ഇതൊക്കെ എത്രയോ ഉണ്ടല്ലേ. നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട് നമ്മുടെ സൗകര്യം. നമ്മുടെ കുടുംബത്തിൽ തന്നെ പലതര തെറ്റുകളും പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. നമ്മൾ കുടുംബത്തിൽ ബാക്കിയുള്ള ആളൊന്നും നോക്കണ്ട, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോക്കാം, നമ്മളെ തന്നെ നോക്കാം, നമ്മൾ മാറ്റാം, നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിന് ഇറങ്ങാം. അങ്ങനെ പറയപ്പെടുന്നു സുബ്ഹാനല്ലാഹ്, ഈ ജയിലില് ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞിട്ടും ചില ആൾക്കാരെന്തായി ആ ജയിലിൽ തന്നെ തുടർന്നു. അതുപോലെ ഈ ജയിലിൽ നിന്ന് തിരിച്ചു പോയ ആൾക്കാർ വീണ്ടും തിരിച്ചു വന്നു. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ദീനിന് പഠിക്കാൻ വേണ്ടിയിട്ട്. സുബ്ഹാനല്ലാഹ്. അഥവാ ശിക്ഷന്റെ കാലാവധി കഴിഞ്ഞ് ജയിലിൽ നിന്ന് ആൾക്ക് പോവാം, പക്ഷെ അദ്ദേഹം അവിടെ ഉള്ളത് കൊണ്ട് ആ ദീന് പഠിക്കാൻ വേണ്ടിയിട്ട് അവര് തിരിച്ചു വന്നു എന്നാ പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം അദ്ദേഹത്തിന്റെ ആ ഒരു ദഅവത്തിന്റെ രീതി, ആ ഇൽമു പറഞ്ഞു കൊടുക്കുന്ന ആ ഒരു അത് നമ്മൾ അറിയണം, അതിനുവേണ്ടി പരിശ്രമിക്കണം, പഠിക്കണം. ഇപ്പൊ ഇന്നിപ്പോ എനിക്കറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്തു. നമ്മളിനി ഇവിടെ നിർത്തരുത്, നമ്മൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ഇനി തുടങ്ങാം. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ല അദ്ദേഹം എങ്ങനെയാണ് ഷെയ്ഖുൽ ഇസ്ലാം ആയത് എന്ന് നമ്മൾ പഠിക്കണം. എന്നിട്ട് നമ്മളും അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. ഷെയ്ഖുൽ ഇസ്ലാം ഒന്നും നമുക്ക് ആവാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സ്വന്തം നഫ്സിനെ ഒന്നൊന്ന് ഇസ്ലാമിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് നമ്മളോട് ചോദിക്കാണെന്ത് അയ്നല്ലാ എന്ന് ചോദിച്ചാല് നമുക്ക് അതിന്റെ ഉത്തരം നമുക്കറിയോ? അള്ളാഹ് ഫിസ്സമാ ആണ് എന്ന് നമുക്കറിയാം. അഥവാ അള്ളാഹ് എവിടെയാണെന്ന് ചോദിച്ചാൽ അള്ളാഹു തആല ആകാശത്തിലാണ് എന്നുള്ള ആ ഉത്തരം, അഥവാ ദീനിന്റെ അടിസ്ഥാനമായ അഖീദയുടെ വിഷയമാണത്. ആ ഉത്തരം നമ്മൾ ഓരോരുത്തർക്കും കൃത്യമായി അറിയുമോ? നമ്മുടെ അഖീദ എവിടെയാണ്, നമ്മുടെ ദീൻ എവിടെയാണ്, നമുക്ക് അള്ളാഹിനെ കുറിച്ച് എന്തറിയാം, നമ്മൾ എത്ര സമയം അള്ളാഹ്ക്ക് വേണ്ടി മാറ്റി വെക്കുന്നുണ്ട്, ദീനിന്റെ കാര്യത്തിൽ നമ്മൾ എത്രത്തോളം വ്യാപൃതരാവുന്നുണ്ട്, നമ്മളിനി ഇൻവോൾവ് ആവുന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം ഇഖ്ലാസോട് കൂടിയാണ്. ഇന്നിപ്പം ക്ലാസ് കേൾക്കാത്ത ആൾക്കാർ ആരും ഉണ്ടാവില്ല. ഇപ്പൊ ഇതിൽ കയറിയ ആൾക്കാരൊക്കെയും പല രീതിയിലും ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നവരാണ്. അത് വെറും നമ്മളിങ്ങനെ ഒരു ചെവിയിലൂടെ കേട്ട് മറ്റേ ചെവിയിലേക്ക് എത്തുന്നതിന് മുമ്പേ പുറത്തേക്ക് പോകുന്ന രീതിയിൽ അങ്ങനെ കേൾക്കുന്നുണ്ട്, ആ ക്ലാസ്സിൽ കയറുന്നുണ്ട്, ഈ ക്ലാസ്സിൽ കയറുന്നുണ്ട്, ആ ഗ്രൂപ്പിൽ ഓതുന്നുണ്ട്, ഈ ഗ്രൂപ്പിൽ ഓതുന്നുണ്ട്. അങ്ങനെ ആവാതെ നമ്മൾ എന്താണോ കേൾക്കുന്നത് അത് നമ്മുടെ ജീവിതത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ഓരോ കാര്യങ്ങളും പറയുന്നത് എന്നോടും നിങ്ങൾ ഓരോരുത്തരും ഓർമ്മപ്പെടുത്തുന്നതാണ്. നമ്മൾ വിശ്വാസികളാണ്, പരസ്പരം നമ്മൾ എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. ഇപ്പൊ നമ്മൾ ഓരോ പണ്ഡിതന്മാരെ കുറിച്ചും മുൻഗാമികളായ ഓരോരുത്തരെ കുറിച്ചും നമ്മൾ അറിയണം, പഠിക്കണം. സഹാബാക്കളെ കുറിച്ച് പഠിക്കണം. എന്നിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞിട്ട് അതെല്ലാം സഹാബാക്കൾക്കേ കഴിയൂ, അതൊന്നും നമുക്ക് പറ്റിയ കാര്യമല്ല, ഇതെല്ലാം പറയല് മാത്രമാണ്, നമുക്കിതൊന്നും കഴിയില്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കരുത്. നമ്മൾ എന്താക്കണം? നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കാം.
ഇൻഷാ അള്ളാഹ് ബിഇദ്നില്ലാ കഴിയും. അതല്ലാതെ അവർക്ക് വേറെ ദീന് നമുക്ക് വേറെ ദീന് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ദീന് ശരിയല്ലാന്ന് നമ്മൾ പറയുന്നത് അല്ലേ? കാരണം ഈ ദീൻ എന്നുള്ളത് ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്കുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടും സഹാബാക്കൾക്ക് പറ്റിയിരുന്നെങ്കിൽ നമുക്കും പറ്റും. നമ്മൾ എന്താക്കിയാൽ മതി? അതിനുള്ള പരിശ്രമം നടത്തിയാൽ മതി. അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം തന്നെ അതാണ് അല്ലെ? അവർക്ക് സ്വർഗം മാത്രം മതി. നമുക്ക് സ്വർഗവും വേണം, അഥവാ ദുനിയാവും കിട്ടണം, ദുനിയാവും വേണം, അതിന്റെ ഒപ്പം സ്വർഗവും വേണം. അതല്ലാതെ സ്വർഗം മാത്രം മതി എന്നുള്ളിടത്തേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ ആ ഒരു ചിന്തയിലേക്ക് ഇപ്പൊ ഇന്ന് നമ്മൾ ളുഹർ നിസ്കരിച്ചിട്ടാണ് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അല്ലെ? ആ ളുഹർ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ ഉണ്ടായ ചിന്ത എന്താണ് എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കാം. അങ്ങനെ പ്രത്യേകിച്ച് ചിന്ത ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? ളുഹർ ബാങ്ക് കൊടുത്ത് അപ്പം നിസ്കരിച്ച് ളുഹർ നിസ്കരിക്കുന്ന വിചാരിച്ചിട്ട് ളുഹർ നിസ്കരിച്ച് പിന്നെന്താ ഇതിന്റെ അപ്പുറത്ത് എന്താ ചിന്ത ഉണ്ടാവേണ്ടത്? അതിൽ നിന്ന് നമ്മൾ മാറണം. എന്റെ അള്ളാന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. എന്റെ അള്ളാനോട് സംസാരിക്കാൻ പോവാണ്. ഞാനും എന്റെ അള്ളയും തമ്മിലുള്ള സംഭാഷണം നടക്കാണ്. ഞാൻ ചോദിച്ചതൊക്കെയും തരാൻ വേണ്ടി എന്റെ അള്ള എന്റെ മുന്നിൽ വന്നിട്ട് നിൽക്കാണ്. ആ അള്ളഹാനോട് സംസാരിക്കാൻ വേണ്ടി എന്റെ അള്ള വിളിച്ചപ്പോൾ, എന്റെ റബ്ബ് വിളിച്ചപ്പോൾ ഞാൻ വന്നിട്ട് നിൽക്കുന്നതാണെന്ന ചിന്തയിലായിരിക്കണം നമ്മൾ നിസ്കരിക്കേണ്ടത്. അതല്ലാതെ ഓരോ നേരം ബാങ്ക് കൊടുക്കുന്ന നിസ്കാരം കഴിയുന്ന അങ്ങനെയല്ലേ? നമ്മൾ സൂറത്തുൽ ഫാത്തിഹന്റെ തഫ്സീറൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാ നമ്മൾ പഠിച്ചത്? സുബ്ഹാനല്ലാഹ്. ഓരോ ആയത്തും ഞാൻ വീണ്ടും വിശദീകരിക്കണ്ടല്ലോ അല്ലെ? ഫസ്റ്റത്തെ നമ്മുടെ തഫ്സീറിന്റെ ഇൻട്രൊഡക്ഷൻ ക്ലാസ് കേട്ടാൽ മതി. കേൾക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കേൾക്കണം. ഈ ഗ്രൂപ്പിൽ ഇപ്പൊ ഒരുപാട് പുതിയ ആൾക്കാർ വന്നിട്ടുണ്ട്. നമ്മളിപ്പോ പുതിയ ക്ലാസ്സുകളുടെ ഒപ്പം പോകുന്നുണ്ട് അൽഹംദുലില്ലാ. പക്ഷെ ആദ്യമേ കേട്ട ആൾക്കാരാണെങ്കിലും ഇനി കേൾക്കാത്തവരാണെങ്കിലും ഫസ്റ്റ് മുതലേ കേൾക്കണം എന്നുള്ളത് എൻ്റെ ഒരു കൈൻഡ് റിക്വസ്റ്റ് ആണ്. കാരണം ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യന്മാരാണ്, നമ്മൾ മറക്കും. നമ്മൾ പിന്നെയും കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് അമലിൽ കൊണ്ടുവരണം. അത് എഴുതി വെക്കാൻ നമുക്കിപ്പോ അമലൊക്കെ ഉണ്ട് ഇൻഷാ അള്ളാ. അപ്പൊ നമ്മൾ ഗ്രൂപ്പിന്റെ കൂടെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് നീട്ടി വെക്കണ്ട. നമ്മളിപ്പം തന്നെ അമലാക്കാൻ തുടങ്ങിക്കോ, അത് എഴുതി വെക്കാൻ തുടങ്ങിക്കോ. അത് എവിടെങ്കിലും റഫായിട്ട് എഴുതിയാൽ മതി. ബുക്കിലൊക്കെ എങ്ങനെ എഴുതണം എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലായിട്ട് ബുക്കിലേക്ക് മാറ്റിയാൽ മതി. പക്ഷെ നമ്മളിപ്പം തന്നെ പരിശ്രമിക്കുക. നമ്മൾ ആകാശത്തിൽ എത്തണം എന്ന് വിചാരിച്ചാൽ എന്താവുള്ളൂ? മരത്തിന്റെ മുകളിൽ നമുക്ക് കയറാൻ കഴിയും. അതുകൊണ്ട് നമ്മുടെ പരിശ്രമം ഉണ്ടാവുക, നല്ലോണം ഉണ്ടാവുക. എന്നാലേ നമുക്ക് ചെറുതായിട്ടെങ്കിലും എവിടെയെങ്കിലും എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് മാക്സിമം പരിശ്രമിക്കാം. അതില് സൂറത്തുൽ ഫാത്തിഹയില് നമ്മള് അള്ളാഹു തആലയോട് പറയുന്നുണ്ട് ഒരു കരാർ അല്ലെ? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അവിടെ നമ്മൾ അള്ളാഹിനോട് കരാർ വെക്കാണ്. അള്ളാഹ് ഞാൻ നിന്നോട് മാത്രമേ സഹായം തോടും, നിന്നെ മാത്രമേ ഇബാദത്ത് ചെയ്യുള്ളൂ എന്ന് നമ്മളവിടെ ഉറപ്പിച്ച് പറയാം. ആ ഉറപ്പിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് എന്ത് ആദ്യം ഇയ്യാക്ക എന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ ഇയ്യാക്ക എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പറയുന്നത്. നിന്നോട് മാത്രം, നിന്നെ മാത്രം. അപ്പൊ അള്ളാഹു തആല മറുപടി പറയാൻ എന്ത് ഇത് ഞാനും എന്റെ അടിമയും തമ്മിലുള്ള ഒരു കരാറാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അള്ളാഹ് പറയുന്നുണ്ട് എന്ത് ഇനി എന്റെ അടിമ എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. സുബ്ഹാനല്ലാഹ്. അവിടെ നമ്മൾ എന്ത് ചോദിക്കണം എന്നുള്ളതും നമുക്ക് അള്ളാഹു തആല തന്നെ പഠിപ്പിച്ചു തന്നു. അവിടെ അള്ളാഹു തആല അവിടെ നിർത്തിയിട്ട് ഇനി ചോദിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ എന്താ ചോദിക്കുക? സുബ്ഹാനല്ലാഹ്. നമ്മൾ അള്ളാഹിനെ ശുക്ർ ചെയ്താൽ മതിയാവോ? അപ്പം അള്ളാഹു തആല നമുക്ക് അൽഹംദുലില്ലാ എന്നുള്ള ആ ഒരു വാക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ലെങ്കിൽ അള്ളാഹിനെ ശുക്ർ ചെയ്യാൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടാ അള്ളാഹ്ക്ക് നമ്മൾ ഹംദ് ചെയ്യുക? സുബ്ഹാനല്ലാഹ്. അപ്പൊ അള്ളാഹു തആല നമുക്ക് തന്ന ഓരോന്നും നിഅമത്താണ്. സൂറത്തുൽ ഫാത്തിഹ ഏറ്റവും വലിയ നിഅമത്താണ്. എന്നിട്ട് നമ്മൾ അള്ളാഹിനോട് ചോദിക്കുന്നത് എന്താ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മുസ്ലിങ്ങളായ ആൾക്കാരാണ് എന്താക്കുന്നത്? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഓതുന്നത് അല്ലെ? അതല്ലാതെ അമുസ്ലിങ്ങളായ ആൾക്കാർ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം ഓതോ? ഇല്ല. മുസ്ലിങ്ങളാണ് സൂറത്തുൽ ഫാത്തിഹ ഓതുന്നത്. അപ്പം മുസ്ലിങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. നമ്മളാണ് എന്ത് വീണ്ടും ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് ചോദിക്കുന്നത്. അപ്പൊ അവിടെ ചോദിക്കുന്നത് വെറും ഒരു ഇസ്ലാമിലേക്ക് ആക്കണം, എന്നെ ഹിദായത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞാല്, നേരായ മാർഗത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞാല് വെറും ഒരു ഹിദായത്ത് അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഒരു പേരിനുള്ള ഒരു മുസ്ലിം ആവണം എന്നാണോ? അല്ല. ആ ദീനിന്റെ മാർഗത്തില് ഏറ്റവും ശരിയായതിലേക്ക് നമ്മൾ എത്തിക്കണേ. ഇനി എത്തിച്ചാൽ മാത്രം പോരാ, അതിൽ നിലനിർത്തണേ. എങ്ങനെയുള്ളത്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം.
നീ അനുഗ്രഹിച്ചവരുടെ കൂട്ടത്തിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സഹാബാക്കള് മുൻഗാമികളായ പണ്ഡിതന്മാർ ഓരോരുത്തരും ഉണ്ടായത് ഏതൊരു മാർഗത്തിലാണോ ആ മാർഗത്തിൽ എന്നെ നീ ആക്കണേന്ന് നമ്മൾ അള്ളാഹിനോട് പറയണം. അവിടെയും നിർത്തിയിട്ടില്ല. നമുക്ക് ദുആ ചെയ്യാനുള്ള ഏറ്റവും നല്ല മോഡലാ. അഥവാ നമുക്ക് അത് തരണേന്ന് പറഞ്ഞു, അല്ലെങ്കിൽ അതിൽ നമ്മൾ ഉൾപ്പെടുത്തണേന്ന് പറഞ്ഞു. അതിന്റെ ഒപ്പം എന്തുകൂടെ പറയുന്നുണ്ട്, ഇതില് നമ്മൾ ഉൾപ്പെടുത്തരുതേ, ഇങ്ങനെ നമ്മൾ ആക്കരുതേ എന്ന് ചോദിക്കുന്നു. അഥവാ നമ്മൾ അള്ളാഹിനോട് ചോദിക്കുമ്പോൾ ഏറ്റവും ടോപ്പിലുള്ളത് തന്നെ ചോദിക്കണം. അതേപോലെ തന്നെ രക്ഷ തേടേണ്ടതിൽ നിന്ന് രക്ഷയും ചോദിക്കണം. അതാണ് അല്ലാഹു തആല നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ് നമ്മൾ സൂറത്ത് ഓതി റുക്കൂയിലേക്ക് പോയി. നമ്മൾ പിന്നെ പറയുന്നത് സമിഅ അല്ലാഹു ലിമൻ ഹമിദ. അഥവാ നമ്മളൊന്ന് ചിന്തിച്ചാല് നമ്മൾ നിസ്കാരത്തില് എല്ലാ ഘട്ടങ്ങളിലും പറയുന്നത് അല്ലാഹു അക്ബർന അല്ലെ? അഥവാ കൈ കെട്ടുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്നു, റുക്കൂയിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്നു, സുജൂദിലേക്ക് പോകുമ്പോൾ അല്ലാഹു അക്ബർ പറയുന്നു, അവിടുന്ന് എഴുന്നേൽക്കുമ്പോൾ ഒക്കെയും അല്ലാഹു അക്ബർ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ ഒരു സന്ദർഭത്തിൽ മാത്രം നമ്മൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ എന്ന് പറയും. അതെന്തുകൊണ്ടാ? നമ്മൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? അതെന്തുകൊണ്ടാ അങ്ങനെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ അവിടെ വന്നത്? അഥവാ അള്ളാഹ് പഠിപ്പിച്ചു തന്നത് തെറ്റാണ്, നിസ്കാരം ആടെ മാത്രം അങ്ങനെ ആ രീതിയിൽ ചിന്തിക്കാനല്ല. എന്താ അതിലുള്ള ഹിക്മത്ത് എന്തായിരിക്കും? എന്തായിരിക്കും റബ്ബ് അവിടെ സമിഅ അല്ലാഹു ലിമൻ ഹമിദ കൊണ്ടുവന്നത്? അതിന്റെ പ്രത്യേകത എന്തായിരിക്കും? എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉള്ളത് കൊണ്ടായിരിക്കുമല്ലോ അവിടെ മാത്രം അതൊന്നും വ്യത്യാസം വന്നത്. അപ്പൊ അതറിയാന് നമ്മൾ ആരെങ്കിലും പരിശ്രമിച്ചിട്ടുണ്ടോ? സുബ്ഹാനല്ലാഹ്, നമ്മളോട് അല്ലാഹു തആല നിങ്ങൾ ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മളോട് ചിന്തിക്കാൻ പറയുന്നുണ്ട്. ചിന്തിച്ച് എന്നാ അതെല്ലാം തെറ്റാണ്, അവിടെ അല്ലാഹു അക്ബർ പറഞ്ഞാൽ മതി എന്ന് കണ്ടെത്താനല്ല. നേരെ മറിച്ച് അതില് അല്ലാഹു തആല അതിലൂടെ നമ്മളിലേക്ക് എത്തിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് തരാൻ പോകുന്നത് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് നമസ്കരിക്കുമ്പോൾ സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞപ്പോൾ അഥവാ എന്താണ് അവിടെ പറയുന്നത്? സമിഅ അല്ലാഹ് കേട്ടു, അല്ലാഹു തആല കേട്ടു എന്നാ പറയുന്നത്. സമിഅ എന്ന് പറഞ്ഞാല് കേട്ടു എന്നാണ്. ലിമൻ ഹമിദ ആരെ സ്തുതിച്ചവനെ അല്ലാഹു തആല എന്തായി? കേട്ടു. അവൻ ചോദിക്കാൻ പോകുന്നതൊക്കെയും അല്ലാഹു തആല കേട്ടു എന്ന് പറയാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തില് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞപ്പം പിന്നിലുള്ള ഒരു സഹാബി അഥവാ എന്താ പറയുന്നത്? സ്തുതിച്ചവന്റെ സ്തുതി ഞാൻ കേട്ടു എന്ന് പറഞ്ഞപ്പം അത് കേട്ട ആവേശത്തിൽ ഒരു സഹാബി പറഞ്ഞു, റബ്ബനാ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. അല്ലാഹ് നിനക്കാണ് സ്തുതി. എങ്ങനെയുള്ള ഹംദൻ കസീറൻ, ധാരാളം സ്തുതി, ത്വയ്യിബൻ മുബാറകൻ ഫീ എന്ന് പറഞ്ഞു. അങ്ങനെ നിസ്കാരം കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു ദുആ അവിടെ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഈ സഹാബി ഉറക്കെ പറയാൻ ആ കേട്ട ആവേശത്തിൽ എന്താണ് പറഞ്ഞു പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ആരാണ് പറഞ്ഞത് എന്ന് ചോദിച്ചു. മനിൽ മുത്തക്കല്ലിം പറഞ്ഞപ്പോൾ ഈ സഹാബി പറഞ്ഞു, ഞാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്താ? റഅയ്തു ബിദഅത വസലാസീന മലക്കൻ യബ്തദിറൂനഹ അയ്യുഹും യക്തുബുഹ അവൽ. അഥവാ ഞാന് 30ഓളം മലക്കുകള് ഇത് ആകാശത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുപോകും എന്ന് പറഞ്ഞുകൊണ്ട് ആരെ ആദ്യം കൊണ്ടുപോകും എന്നുള്ള കാര്യത്തിൽ ഇതായി 30ഓളം മലക്കുകള് അതിനു വേണ്ടിയിട്ട് ആ ഹംദ സ്തുതിവാക്കിന് വേണ്ടിയിട്ട് നിൽക്കുകയാണെന്നാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ്. അപ്പം സഹാബാക്കള് അതിനറിഞ്ഞ് മനസ്സിലാക്കി ചൊല്ലി. നമ്മള് സമിഅ അല്ലാഹു ലിമൻ ഹമിദ ചിലപ്പോൾ ഫുൾ തന്നെ പറയില്ല, സമിഅ അല്ലാഹു ലിമൻ റബ്ബന ലക്കൽ ഹംദ് എന്നിട്ട് അല്ലാഹു അക്ബർ പറഞ്ഞു പോലെ. പക്ഷെ അവിടെ നമ്മൾ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാ, സമിഅ അല്ലാഹു ലിമൻ ഹമിദ. എന്തിനാ? അവിടെ വേറൊരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലാഹു തആല കേട്ടു എന്നാണ് പറയുന്നത്. അഥവാ അവിടെ പണ്ഡിതന്മാർ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്ന് വെച്ചാല്, നമ്മള് സമിഅ അല്ലാഹു ലിമൻ ഹമിദ പറഞ്ഞിട്ട് നേരെ പോകുന്നത് എങ്ങോട്ടേക്കാണ്? സുജൂദിലേക്കാണ്. സുജൂദിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ളതാണ്. അടിമയും ഉടമയും അഥവാ റബ്ബും അബ്ദും ഏറ്റവും അടുത്ത അള്ളാഹായിട്ട് ഒരു അടിമ ഏറ്റവും അടുത്ത ഒരു സന്ദർഭമാണ് എന്ത്? സുജൂദ് എന്നുള്ളത്. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അല്ലാഹു തആല തരും. അപ്പം അള്ളാഹ് പറയാനെന്ത്? എന്നോട് നീ എന്ത് ചോദിച്ചാലും ഞാൻ നിനക്ക് തരും, അത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ടാണ് നമ്മൾ എന്താക്കുന്നത്? സുജൂദിലേക്ക് പോകുന്നത്. ഇതിന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഉദാഹരണം. ഇപ്പൊ നമ്മള് ഒരു കാര്യം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ രാത്രി ഇപ്പം ഉറങ്ങാൻ ലേറ്റ് ആയി, ഇപ്പൊ നമ്മള് വീട്ടിൽ നിന്ന്
ഉമ്മയോ ഉപ്പയോ പറയാൻ വേഗം കിടക്ക്, വേഗം കിടക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല അതാ ഞാൻ ഉറങ്ങി എന്ന് നമ്മൾ പറയല്ലേ. ഒരു ഉറപ്പിന് വേണ്ടിട്ട് ഇതാ ഞാൻ ഉറങ്ങിയെന്നാ നമ്മൾ പറയാ. അതെന്താ, ശരിക്കും നമ്മൾ ഉറങ്ങിയോ? ഇല്ല. ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറങ്ങി എന്ന് പറയോ? ഇല്ല. പക്ഷെ എന്താക്കി നമ്മൾ അങ്ങനെ പറയുന്നുണ്ട്. അതെന്താ, അതൊരു ട്യൂണാണല്ലേ. അഥവാ ഇതാ ഞാൻ എന്തായാലും അത് ചെയ്യേന്ന്, ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല, ഞാൻ ഉറങ്ങാൻ തന്നെ പോന്ന്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന്റെ ഉറപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്ന ഒരു പ്രയോഗമാണ് എന്താ, ഞാൻ ഉറങ്ങി എന്ന് പറയും. അല്ലെങ്കിൽ അതാ ഞാനത് ചെയ്തു, സംഭവം നമ്മളത് ചെയ്തിട്ടില്ല, പക്ഷെ നമ്മൾ ചെയ്തു, ആ ഒരു ഉറപ്പിന് വേണ്ടി. അതേപോലെ ഇനി നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹ് എന്തായാലും അത് കേൾക്കും, അതിന് നമുക്ക് ഉത്തരം തരും എന്നുള്ളത് നമ്മളെ ഓർമ്മപ്പെടുത്താണ് എന്ത് സമിഅ അല്ലാഹു ലിമൻ ഹമിദഹു. അപ്പൊ നമ്മളത് ഓർമ്മിച്ച് അള്ളാഹിനോട് ചോദിക്കുക. ദീനിന്റെ കാര്യങ്ങളിൽ ഏറ്റവും ഉന്നതയിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അള്ളാഹിനോട് ദുആ ചെയ്യുക, അതിനു വേണ്ടി പരിശ്രമിക്കുക. അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും കേൾക്കുന്നതിനേക്കാളും പറയുന്നതിനേക്കാളും ഏറെ നമുക്ക് അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓരോ പണ്ഡിതന്മാരെ കുറിച്ചും നമ്മൾ കേൾക്കുമ്പോൾ, അറിയുമ്പോൾ, പഠിക്കുമ്പോൾ അത് വെറും ഒരു കഥയായി കേൾക്കാതെ ഇതിൽ നിന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ എന്തൊക്കെ കൊണ്ടുവരണം, എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എന്തൊക്കെ മാറ്റം കൊണ്ടുവരണം എന്നുള്ളത് ഓരോ രക്ഷിതാക്കളും ചിന്തിച്ച് ശ്രദ്ധിച്ച് അതിനു വേണ്ടിയിട്ട് പരിശ്രമിക്കണം. നമ്മളാണ് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ തീരുമാനം എടുക്കുന്നത്, അഥവാ അള്ളാഹു തആലയാണ് ആ ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കുന്നതെങ്കിലും നമ്മൾക്കും അള്ളാഹു തആല നമ്മൾ അതിനൊരു സബബാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മളത് വലുതായിട്ട് അവര് പ്രായമായിട്ട് 18 വയസ്സ് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു 12, 13 വയസ്സ് കഴിഞ്ഞിട്ടല്ല നമ്മൾ അവരെ ദീനിന്റെ കാര്യത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഇപ്പൊ ചെറിയ കുട്ടിയല്ലേ, പോട്ടെ സാരില്ല എന്നല്ല. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോന്ന് ശീലിപ്പിക്കണം. അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഓരോന്നും പറഞ്ഞു കൊടുക്കണം. ഇപ്പൊ ചെറിയ കുട്ടികള് ഇടത്തെ കൈ കൊണ്ട് ഭക്ഷണം കഴിക്കും, അത് ചെറിയ കുട്ടിയല്ലേ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിൽക്കരുത്. നമ്മൾ കൈ മാറ്റി കൊടുക്കതാ, ഈ കൈനെ കൊണ്ടാ കഴിക്കേണ്ടത് പറഞ്ഞിട്ട് നമ്മൾ വലത്തെ കൈനെ കൊണ്ട് ശീലിപ്പിക്കുക. അങ്ങനെ ഓരോന്നും. ഇനി ചെറിയ പെൺകുട്ടികളാണെങ്കിൽ അവരുടെ വസ്ത്രം, ചെറിയ ചിലപ്പം കൈയില്ലാത്ത ഉടുപ്പും, അതുപോലെ ചെറിയ അങ്ങനെയൊക്കെയുള്ള വേഷങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ വലിയ ആൾക്കാരും അങ്ങനത്തെ വസ്ത്രങ്ങളായിരുന്നു. ഒരു ഡ്രസ്സിന്റെ ഷോപ്പിൽ പോയാല് ഇപ്പൊ അവിടെ അങ്ങനത്തെ ഡ്രസ്സേ ഉള്ളൂ. അഥവാ ചെറിയ ടീഷർട്ട്, വലിയ ടീഷർട്ട് അല്ല, അഥവാ ഒന്ന് കൈ പൊന്തിച്ചാല് വയറ് ഫുള്ളും കാണുന്ന രീതിയിലുള്ള ടീഷർട്ട്. ആർക്കാ? പെൺകുട്ടികൾക്കാ. പിന്നെ ഷോർട്സും, ഇങ്ങനത്തെ ഒക്കെ ഡ്രസ്സുകൾ ഉള്ളത്. വലിയ ആൾക്കാർക്കും ചെറിയ ആൾക്കാർക്കും ഒക്കെ ഒരുപോലത്തെ ഡ്രസ്സാ. അപ്പം അങ്ങനെയുള്ള കൈയൊന്നും ഇല്ലാത്ത ഉടുപ്പുകള്, അതൊന്നും ഇടുന്നത് തെറ്റാണെന്ന് പറയുന്നില്ല. കാരണം അവർ ചെറിയ കുട്ടികളാണ്, അവരെ സംബന്ധിച്ച് അത് തെറ്റല്ല. പക്ഷെ നമ്മൾ പാരന്റ്സ് അതിലൊക്കെ ശ്രദ്ധിക്കാം. അങ്ങനത്തെ ഡ്രസ്സുകൾ വാങ്ങുമ്പോൾ നമ്മളൊരു ഇന്നറോ അല്ലെങ്കിൽ അതിന്റെ മുകളിൽ ഇടാൻ പറ്റുന്ന ഒരു കോട്ടോ അങ്ങനെയൊക്കെ നമ്മൾ ശീലിപ്പിക്കുക, ചെറുപ്പത്തിൽ തന്നെ ശീലിപ്പിക്കുക. ഒരു പ്രശ്നമില്ല. ഫുള്ളായിട്ട് കവർ ചെയ്തിട്ട് ഒരു ഉടുപ്പ് ഇട്ടിട്ടുള്ള ഒരു കുട്ടിയും ഈ ഒരു കഷ്ണം തുണി ഇട്ടിട്ടുള്ള കുട്ടിയും, ചെറിയ കുട്ടിയാണെങ്കിലും വലിയ ആളാണെങ്കിലും കാണാൻ ഇജ്ജത്ത് ഫുള്ളായിട്ട് മറച്ചത് തന്നെയാണ്. എന്തിനാ നമ്മുടെ ചെറിയ മക്കളെ? ഇന്നത്തെ കാലഘട്ടത്തില് മറ്റുള്ളവർക്കും ചെറുത് വലുതെന്നൊന്നും ഇല്ല അല്ലെ. അവരുടെ കണ്ണുകളും എല്ലായിടത്തും പോകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കള് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ നമ്മൾ അവിടെ ശ്രദ്ധിക്കാം. നമ്മൾ ചെറുപ്പത്തിൽ തന്നെ അവരെ ശീലിപ്പിക്കാം. അവര് ചെറിയൊരു പ്രായത്തിൽ അങ്ങനൊക്കെ വേണം, ഇങ്ങനൊക്കെ വേണം, ഇപ്പൊ ചെറുതല്ലേ, ആയിക്കോട്ടെ, അത് പോയിക്കോട്ടെ, അങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് നമ്മൾ വിചാരിക്കാതെ അവർക്ക് അതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അതിന് പകരം ദീനിൽ അനുവദിച്ച രീതിയിൽ അവർക്ക് അതിനുള്ള എൻജോയ്മെന്റ് കൊടുക്കുക. അഥവാ ഇപ്പം മ്യൂസിക് കേൾക്കുന്ന, മ്യൂസിക് ഉണ്ടാകുന്ന അങ്ങനെയുള്ള പല സദസ്സുകളും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളും ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നിന്ന് നമ്മുടെ മക്കളെ നമ്മൾ മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ കുട്ടികളാണ്, പ്രത്യേകിച്ച് അവരുടെ കൂടെയുള്ള അവരുടെ ഫ്രണ്ട്സ് ഒക്കെ അതിൽ എൻജോയ്മെന്റ് ചെയ്യുന്നുണ്ടാവും. അപ്പം നമുക്ക് ഇതൊന്നും കിട്ടുന്നില്ലല്ലോ, എന്നാ പിന്നെ നമുക്ക് ഇനി ദീന് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ അവരുടെ മനസ്സെത്തും. അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താക്കണം, അതിനേക്കാൾ ആസ്വാദനം കിട്ടുന്ന രീതിയിൽ, അവർക്ക് സന്തോഷം നൽകുന്ന രീതിയിൽ, ദീനിൽ ഹലാലായ രീതിയിൽ അവർക്കുള്ള സന്തോഷങ്ങളും കാര്യങ്ങളും നമ്മൾ ഒരുക്കി കൊടുക്കണം. ഒന്ന് ഇല്ല എന്ന് പറയുമ്പോൾ അതിന് പകരം നമ്മൾ മറ്റൊന്ന് കൊടുക്കണം, പക്ഷെ അത് ഹലാലായിരിക്കണം. ആ രീതിയിൽ നമ്മൾ അതിനുള്ള തർബിയത്ത് കൊണ്ടുവരാം. അൽ ഉമ്മു മദ്രസത്ത് എന്ന് പറയുന്നത് വെറുതെ ഒന്നല്ല. അപ്പൊ അതിനുള്ള പരിശ്രമം നമ്മൾ ചെറുപ്പത്തിലേ തുടങ്ങുക. ചെറുപ്പത്തിൽ ഇത് സാധിച്ചിട്ടില്ലെങ്കിൽ നമ്മളിപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം ചെയ്യാം. അല്ലാഹു തആല ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ മക്കളെ നമ്മൾ ആഗ്രഹിക്കുന്ന അള്ളാന്റെ ദീനിന്റെ മാർഗത്തിൽ, അഥവാ
മരണത്തിന് ശേഷവും ബാക്കിയാകുന്ന കാര്യങ്ങളിൽ പറഞ്ഞ ഒന്ന് വലതുൻ സാലിഹുൻ യദ്ഉ ലഹു എന്നാണ്. അഥവാ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സാലിഹീങ്ങളായ മക്കളാണെന്നാ പറഞ്ഞത്. അപ്പൊ ആ മക്കളെ നമുക്ക് കിട്ടണമെങ്കിൽ അത് നമ്മളിപ്പം തന്നെ പരിശ്രമിക്കണം. അതല്ലാതെ ഇപ്പൊ അവരുടെ വേണ്ട എല്ലാ കളികൾക്കും വിട്ടുകൊടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അവരെ പിടിക്കാന്ന് വിചാരിച്ചാൽ എവിടെയും കിട്ടൂല. അതുകൊണ്ട് അല്ലാഹു തആല അതിനോട് നിരന്തരം ദുആ ചെയ്യുക, അതിനുവേണ്ടി നമ്മളെ ഭാഗത്തു നിന്നുള്ള പരിശ്രമങ്ങൾ എടുക്കുക. തവക്കൽതു അലല്ലാഹ്, അല്ലാഹു തആല നമുക്ക് ഏറ്റവും ഖൈറായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പഠിക്കുന്ന ഓരോ കാര്യങ്ങളും കേൾക്കുന്ന ഓരോ കാര്യങ്ങളും അമലിൽ കൊണ്ടുവരാനുള്ള തൗഫീഖ് നൽകട്ടെ. ജസാക്കുമുല്ലാഹു ഖൈറൻ. പറഞ്ഞതിൽ എന്തെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്, എന്തെങ്കിലും ഷർ ഉണ്ടെങ്കിൽ അത് എന്നിൽ നിന്നും പിശാചിൽ നിന്നുള്ളതാണ്. أقول قولي هذا أستغفر الله لي ولكم ولجميع المؤمنين فاستغفروه إنه هو الغفور الرحيم. السلام عليكم ورحمة الله وبركاته.